PSC നിയമനത്തിനായി കോഴ വാങ്ങിയത് 25 ലക്ഷം രൂപ. നിയമനം നടക്കുന്നില്ല. കോഴ തിരിച്ചു നൽകുന്നു. കോഴ വാങ്ങിയത് CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും CPM കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രമോദ് കോട്ടൂളി. ഇതിൻ്റെ പേരിൽ പ്രമോദ് കോട്ടൂളിയെ പാർട്ടി പുറത്താക്കുന്നു. എന്നാൽ പ്രമോദ് ചെയ്തത് എന്താണ്? പരാതിക്കാരൻ്റെ വീട്ടിന് മുമ്പിൽ തൻ്റെ അമ്മയെയും കൂട്ടി സത്യാഗ്രഹമിരിക്കുന്നു. താൻ പൈസ നൽകിയിട്ടില്ല എന്ന് പരാതിക്കാരനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പോൾ ആർക്കാണ് പരാതി? എന്തിനാണ് പ്രമോദിനെ പുറത്താക്കിയത്? അത് പാർട്ടി പറയേണ്ടേ? പ്രമോദ് ആരെയാണ് എതിർക്കുന്നത്? ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാറിനെ മാത്രമാണോ? കോഴയില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറയുന്നത്. പിന്നെ എന്തിനാണ് നടപടി? അത് P. മോഹനനും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം, P. മോഹനൊക്കെ ആദ്യം മുതൽ പ്രമോദ് കോട്ടൂളിയെ ന്യായീകരിച്ചിരിക്കുകയായിരുന്നു. എതിർത്തത്, നടപടി വേണമെന്ന് പറഞ്ഞത് CPM സംസ്ഥാന നേതൃത്വമാണ്. പിണറായി വിജയൻ്റെ കാലത്ത് PSC മെമ്പർമാരായ മുഴുവൻ പേരുടെയും നിയമനത്തെക്കുറിച്ചും അന്വേഷണം വന്നാലും CPM പെടും. അപ്പോൾ പ്രമോദ് ആർക്കെതിരെയാണ് പോരാടുന്നത്? എന്തുകൊണ്ടാണ് സമരം പരാതിക്കാരൻ്റെ വീട്ടിന് മുന്നിൽ ഒതുക്കിയത്? നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങളെ കുടുക്കിയത് AKG സെൻറ്ററിൽ നിന്നല്ലേ? പിന്നെ തലസ്ഥാനത്തെ സഖാക്കളെ, അഴിമതി അങ്ങനെ ചില്ലറ കാര്യമല്ല. വലിയ സ്ഥാപനത്തിൻ്റെ PSCയുടെ വിശ്വാസ്യത തകർക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ പാർട്ടിക്ക് പ്രമോദിനെതിരെ നടപടിയെടുക്കാമെങ്കിൽ PSC അംഗമാക്കാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയതിന് പരാതി നൽകണം, കേസെടുപ്പിക്കണം. ഇതിനിടയിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലാതെ ഒത്തുതീർത്ത് തേച്ചു മാച്ച് കളയാൻ ഉള്ളതല്ല ഈ അഴിമതി കേസ്.